അറിവിന്റെ ഭണ്ഡാരത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത് അല്ലേ? ഈ ഭണ്ഡാരം ബാ തന്നെയാണല്ലോ അല്ലേ? അല്ല, എനിക്കൊരു സംശയം, ഇത് 2-3 പ്രാവശ്യം പറഞ്ഞപ്പം ബാ തന്നെയാണോ ഡൗട്ട് അല്ലേ? നമുക്ക് ഈ കൂടുതൽ അറിവുകൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും സഹിക്കാൻ പറ്റണമെന്നില്ല, സഹിക്കണം വലിയ കാര്യമാണ്. പല പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടില്ലേ കൂടെ കൂടിയതിനു ശേഷം? ഞാൻ പുതിയ കാര്യങ്ങള് എന്താ പുതിയ കാര്യങ്ങള് അല്ല അങ്ങനെയല്ല, ജീവിതത്തിൽ കുറെ പാഠങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ? അല്ല, ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിലെ പാഠങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വന്നവരാണ്. അതുകൊണ്ട് നന്നായിട്ട് അറിയാം കുഞ്ഞുമോക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, എനിക്ക് എന്താ എന്തൊക്കെയായിരുന്നു ലൈഫിൽ പ്രശ്നങ്ങൾ എന്ന് നമുക്കറിയാം. കാരണം ഒരു ഫ്രീഡും ഇല്ലാണ്ട് ഒരാളോട് പോലും സംസാരിക്കാൻ പറ്റാതെ ആ ഒരു ലൈഫായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം അതിനൊന്നും വിലക്കില്ല. മീൻസ് എനിക്ക് സംസാരിക്കാം, ഇന്ന ഡ്രസ്സ് ഇടാം, ഇന്ന ഫുഡ് കഴിക്കാം, ഇന്ന സ്ഥലത്ത് പോവാം, ഏട്ടാ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് കൊണ്ടുപോകാൻ ഒരാൾ കൂടെ വരാൻ. പിന്നെ തീർച്ചയായും അതൊന്നും ആയിരുന്നില്ല ലൈഫ്. എൻ്റെ ലൈഫ്, രണ്ടാളെ ലൈഫും വേറെ തന്നെയായിരുന്നു. അപ്പം നമുക്കിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു വിലക്കില്ല നമുക്ക്. എല്ലാ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമുക്കുള്ള ലോകത്തെ സ്നേഹത്തിനുള്ള 5 ഭാഷകൾ അത് സംസാരിക്കുന്ന 2 പേർക്ക്, അവർ അപ്പുറത്തും അവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ ഒരാൾക്ക് ക്വാളിറ്റി ടൈമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയം കൊടുത്തിരിക്കണം. അവർക്ക് ഗിഫ്റ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തിരിക്കണം. അവർക്ക് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണെങ്കിൽ നല്ല വാക്ക് പറയണം. കാണാൻ സുന്ദരിയാണെങ്കിൽ സുന്ദരിയാണ് പറയണം. അത് സോഷ്യൽ മീഡിയക്കാർ പറഞ്ഞറിഞ്ഞിട്ട് അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ അത് ഓവറായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതിനെ കർട്ടെയിൽ ചെയ്യാനും നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ ഹസ്ബൻഡും വൈഫും വേർഡ്സ് ഓഫ് അഫർമേഷൻ യൂസ് ചെയ്യണം. ഫിസിക്കൽ ഇൻറ്റിമസി നമ്മൾ ചേർന്ന് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈപിടിച്ച് നടക്കാൻ പാടില്ല. അതേ ഈ കളവനും കൈപിടിച്ച് ആരാ പറഞ്ഞ് കൈപിടിച്ച് നടക്കാൻ പാടില്ല? അപ്പൊ അങ്ങനെ സന്തോഷമാണല്ലോ. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ലവ് ലാംഗ്വേജസ് പൂർണ്ണമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കപ്പിളിന് ഒരു രീതിയിലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മക്കൾക്ക് എന്താ ആവശ്യമുണ്ടോ അത് എൻ്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പറയാം. ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് പുതിയ ജനറേഷനാണ്, അവർ കേൾക്കണം എന്നില്ല. അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മനസ്സിലാക്കാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അവിടെ തന്നെയാണ് പറയുന്നത്, ഐ വുഡ് സേ അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി. കാരണം ഞങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കട കാണുമ്പം ഇവിടെ നിർത്തട്ടെ, അപ്പോൾ ഇല്ല ഇവിടെ വേണ്ട, ശരി, അപ്പോൾ ഇല്ല ഞാൻ ഇവിടെ നിർത്തും എന്നുള്ള വാശി പിടിക്കാൻ എനിക്ക് തോന്നാറില്ല. കുഞ്ഞുമോക്കും അങ്ങനെ തോന്നാറില്ല. പിന്നെ ഞാനൊരു വെജിറ്റേറിയൻ എഗിറ്റേറിയൻ ആ രീതിയാണ്. കുഞ്ഞുമോക്ക് നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമാണ്. ഇനി കഴിക്കാൻ പാടില്ല, മക്കൾക്ക് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അവർ കഴിക്കുന്നത് വളർന്നത് അങ്ങനെയല്ലേ, അവർ കഴിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ ഞങ്ങൾ കൂടാറുണ്ട്. ഇപ്പോൾ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനകത്ത് ഞാനും കൂടും. അപ്പോൾ അങ്ങനെ കുഞ്ഞുമോള് ഞാൻ കുക്ക് ചെയ്യണ വിചിത്രമായ ഈ പേര് പറയാൻ കൊള്ളാത്തല്ലേ ഏട്ടന് കുറെ തരത്തിലുണ്ടാക്കാറില്ല. എനിക്ക് നാടൻ ഫുഡ് മാത്രമേ അറിയുള്ളൂ. കണ്ണൂരത്ത് എന്താ ഏറ്റവും കൂടുതലായിട്ടും അറിയുന്നതാണോ? എനിക്ക് കണ്ണൂരിൽ എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം. ഏട്ടൻ പിന്നെ വെറൈറ്റി പേര്, വായിൽ ഒതുങ്ങാത്ത പേരൊക്കെയാണ് ഞാൻ ഇന്റർനാഷണൽ കുസീൻ ദുബായിലുണ്ടായിരുന്നു ഒരു 2004 തൊട്ട് 2018 വരെ 14 കൊല്ലം ദുബായിലുണ്ടായിരുന്നപ്പം അവിടെ ലോകത്തിലെ എല്ലാ രുചികളും അവിടെ കിട്ടും. 165ഓളം രാജ്യത്തെ ആൾക്കാർ അവിടെ ഉള്ളതാണ്. അപ്പോൾ പല സ്ഥലത്തുള്ള, ഇപ്പോൾ ജാപ്പനീസ് ടെമ്പൂറ ആണെങ്കിലും, ചൈനീസിൽ ഇപ്പോൾ സെജ്വാൻ ആയാലും, കാന്റനീസ് ആയാലും, ശ്രീലങ്കൻ ആയാലും, ബാക്കി രാജ്യങ്ങളിൽ കോണ്ടിനെൻ്റലോ ഇറ്റാലിയനോ സ്പാനിഷോ മെക്സിക്കനോ അമേരിക്കനോ ഏത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും അവിടെ കിട്ടും. അപ്പോൾ കഴിവതും അവരോട് ചോദിച്ച് ഇതെന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് കുക്ക് ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ചില വാക്കുകളും പേരുകളൊക്കെ പറയാൻ ആൾക്കാർക്ക് പാടായിരിക്കും. ഇപ്പോൾ ഗ്രീസിൽ സബ്ജിക്കി എന്ന് പറഞ്ഞൊരു ഡിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്രയും എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ പോൾ സാമ്പൽ, ശ്രീലങ്കൻ പോൾ സാമ്പൽ ഉണ്ടാവും. ഈവൻ മുഗളായി ഡിഷസോ അല്ലെങ്കിൽ ഹൈദരാബാദി ഡിഷസോ അതെല്ലാം ഉണ്ടാക്കി നോക്കി കഴിക്കാൻ ഇപ്പോൾ എനിക്ക് 3 ആൾക്കാരുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ പ്രണയ തീരത്തെ ഓണക്കാലം എന്നാണ്. എങ്ങനെയാണ് പ്രണയം രണ്ടുപേരുടെ മനസ്സിലേക്ക് മുട്ടിട്ട ഒരു മുഹൂർത്തം? അല്ല, പ്രണയം എപ്പോഴും ഉണ്ടല്ലോ മനസ്സിലായി. ഒരു ഫോൺ കോളാണ്. അപ്പോൾ ആ ഫോൺ കോള്
ഏപ്രിൽ 26, 24, 26 ആ ടൈമിലാണ്. 19 ഞങ്ങൾ കണ്ടു. 26, 19 ഞങ്ങൾ കണ്ടു. വർക്ക് കഴിഞ്ഞു. 20 ആയപ്പം ഷെഡ്യൂൾ കഴിഞ്ഞു. പുള്ളിക്കാരി പോയി, ഞാനും വീട്ടിലേക്ക് പോയി. ഇടയ്ക്ക് 1-2 മെസ്സേജൊക്കെ അയച്ചു. വേറെ പ്രണയം ഇതൊന്നുമില്ല. ഒരു കോസ്റ്റ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുമില്ല. അപ്പൊ അതിൽ കൈവേദന വന്നപ്പോൾ മാറ്റി കൊടുത്തു. അത്ര മാത്രമേ ഒരു പരിചയമുള്ളൂ. അപ്പോൾ കൈവേദന ഇപ്പൊ എങ്ങനെയുണ്ട്, ഓക്കെയാണ്. അല്ല, ഞാൻ ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ 26-ാം തീയതി ആ കോളിൽ സംസാരിച്ചു വന്നപ്പോൾ എനിക്കിങ്ങനെ മക്കളെ സേഫാക്കിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര പോകണം, തീർത്ഥാടനത്തിൽ പോകണം, ക്ഷേത്രങ്ങളിൽ പോകണം. ഞാൻ പറഞ്ഞു എനിക്ക് കുറേ ക്ഷേത്രങ്ങളൊക്കെ അറിയാം, ഞാനും വരാം, ഒരു ഡ്രൈവറായിട്ട് വരാം. അപ്പോൾ ഡ്രൈവറായിട്ട് വരണോ എന്നുള്ള ആ ഒരു സംസാരം. ഇതിനിടയ്ക്ക് കുഞ്ഞുമോള് അനിയത്തിയായിട്ട് സംസാരിക്കും, സൗമ്യയായിട്ട് സംസാരിക്കും. അപ്പോൾ സൗമ്യടുത്ത് എന്തോ ഇവർ തമ്മിൽ സംസാരിച്ചതിൽ ഏട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. തീർത്ഥാടനത്തിന് കൊണ്ടുപോക്കോട്ടെ ചോദിച്ചു. അനിയത്തി ചീത്ത അറിയില്ല, അല്ലെങ്കിൽ ഇത്ര പരിചയപ്പെട്ട് 2 ഏട്ടന് അങ്ങനെ അങ്ങനെ എനിക്ക് ഇവര് പരിചയമില്ലല്ലോ, ഒന്നും അറിയില്ലല്ലോ. ആ 3 ദിവസം കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ തീർത്ഥാടനത്തിന് ഏട്ടൻ ഡ്രൈവറായിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോക്കോട്ടെ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അപ്പൊ ഇവരെന്ത് സംസാരിച്ചൊന്നും എനിക്കറിയില്ല. അല്ല, ഇവര് എനിക്കറിയേയില്ല, ഇവര് വരെ പോയില്ലേ. അപ്പം ഞാൻ നിങ്ങൾ കൊണ്ടുപോക്കോട്ടെ ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു തീർത്ഥാടനത്തിന് കൊണ്ട് ഞാനും കൂടി വരാന്ന്, അനിയത്തിയുടെ വക. ഞാനേ കൊള്ളാലേ. ഏട്ടനോട് ഞാൻ പറഞ്ഞു തീർത്ഥാടനത്തിന് പോകുമ്പോൾ അനിയത്തിയും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ സംസാരിച്ച കൂട്ടത്തിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. എന്നെ ഏട്ടനാ വിളിച്ചത്. അപ്പൊ പുള്ളിക്കാരിക്ക് അത് കൊണ്ടു. എന്റെ ചേട്ടനെ ഏട്ടാന്ന് വിളിക്കാൻ വേറൊരാളെ, ഏട്ടൻ്റെ ഇതൊന്നുമില്ല, വേണമെങ്കിൽ ഭാര്യ ആയിക്കോന്നു. ഭാര്യന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, നിങ്ങളെ ചെറിയ കുടുംബത്തിലേക്ക് എന്റെ ഏട്ടനെയും കൂടി കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. അതാണ് അത് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേണിംഗ് പോയിന്റ് എന്നോ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ട്രൂത്ത് എന്നോ എന്ത് വേണമെങ്കിലും. അപ്പൊ ഞാൻ അത്രയും പ്രശ്നത്തിലായിരുന്നു ആ ടൈമിൽ. അത്രയും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പം എനിക്ക് സേഫ് ആവണ്ടേ, മക്കള് സേഫ് ആവണം. എനിക്ക് തന്നെയല്ല, എൻ്റെ മക്കൾ എങ്ങനെങ്കിലും 2 കുട്ടികളാണ്. അപ്പം അവരെങ്ങനെയെങ്കിലും ഒന്ന് സേഫ് ആക്കണം എന്നില്ല. എഴുതുമ്പോൾ എന്തോ ഒരു എൻ്റെ ലക്കാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവം എനിക്ക് വഴി തിരിച്ച് തന്നതുപോലെ പെട്ടെന്ന് ഒരാൾ വന്ന് ഒരാളെ ഫാമിലിയിൽ നിന്ന് വന്ന് ചോദിക്കാന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ ഇവരെ വിദ്യാഭ്യാസം കേട്ടപ്പോൾ പിന്നെ ഞാൻ എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ 18ാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ പോയതാണ്, അപ്പം എനിക്കൊന്നും അറിയില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളം സംസാരിക്കാൻ അറിയില്ലേ, അത് മതി. എനിക്ക് സ്നേഹം തരാൻ പറ്റൂലേ, അത് മതി. അങ്ങനെ പറഞ്ഞു. എനിക്ക് കുട്ടികളെ തരുമല്ലോ, 2 കുട്ടികളെ, അത് മതി. അപ്പം ഏട്ടൻ്റെ അമ്മയായാലും ഇനി ചേച്ചിയുണ്ട്, ചേച്ചിയായാലും ഈ അനിയത്തി ആയാലും എല്ലാം പറഞ്ഞത്, അപ്പം ഈ 2 കുട്ടികളുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് കുട്ടികളില്ലേ, നല്ലതല്ലേ, കുട്ടികളുണ്ടെങ്കിൽ എന്താ, എൻ്റെ ഏട്ടന് 2 കുട്ടികളെ കിട്ടില്ല. അപ്പം അമ്മയും പറഞ്ഞത് എൻ്റെ മോന് 2 കുട്ടികളെ കിട്ടിയില്ല എന്നാണ്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അതും വീട്ടിൽ അവതരിപ്പിച്ചതൊക്കെ വളരെ വളരെ ഒരു എന്താ പറയുക, രാവിലെ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു, എന്നിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അമ്മ ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. അമ്മ അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. അന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്പലത്തിൽ ചെന്ന് പുള്ളിക്കാരിക്കൊരു എനിക്ക് അമ്മ പുടവൊക്കെ തന്നു. ഇതെല്ലാം വിത്തിൻ 1 വീക്കിനുള്ളിൽ സംഭവിച്ചു. പോയില്ല, ഇപ്പൊ പോകുന്ന ജീവിതയാത്രയായിട്ട് മാറുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രഭാഷണം അനീക്കോടിലുണ്ടായ ഒരു അമ്പലത്തിൽ, അനീക്കോട് പഞ്ചമൂർത്തി ക്ഷേത്രത്തിൽ പ്രഭാഷണം ഉണ്ടായപ്പോൾ എല്ലാവരുടെയും ആ സദസ്സിൽ അവിടെ നിന്ന് അനൗൺസ് ചെയ്തു, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാവാൻ പോകുന്ന ആൾ വന്നിട്ടുണ്ട്, ഒന്ന് എണീറ്റ് നിൽക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞുമൊക്കെ അത് ഒത്തിരി സന്തോഷമായി. അപ്പൊ അത് കാണുമ്പോൾ എൻ്റെ ലൈഫിന്റെ പാർട്ടാകുന്ന ഒരാൾ. പിന്നെ ആദ്യം ഡിസംബറിൽ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്ടോബർ ആക്കി കൂടെ. ഇപ്പോഴും ചോദിക്കാറുണ്ട് കുറച്ചുകൂടെ നേരത്തെ. ഞാൻ എന്താ പറയാ, ഇപ്പൊ ഇത്രയും വയസ്സായില്ലേ, ഇനിയിപ്പോ നമുക്ക് എത്ര കാലം മുന്നോട്ട് എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇത്രയും നാള് തന്നൊരു ടൈം ദൈവം തരുമോന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ടൈം കിട്ടുന്ന ടൈം സന്തോഷമായിട്ട് നിൽക്കല, അതായത് കല്യാണം കുറച്ച് മുന്നേ ആക്കാൻ പറ്റും. 1 മാസം കൊണ്ട് കല്യാണം കഴിഞ്ഞു അല്ലേ? ഇല്ല, ഏപ്രിലില് ഫിക്സ് ചെയ്തു, ഒക്ടോബറിലായിരുന്നു കല്യാണം. അപ്പോ എന്താ പറയാ, ഇനി അടുത്ത ഒരു തട്ടലും മുട്ടലും ഇല്ലാണ്ട് പോകുന്നുണ്ട്. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷം ആവുകയാണ്. അപ്പൊ അത് ഞങ്ങള് ഫസ്റ്റ് ആനിവേഴ്സറി
ഗുരുവായൂർ തന്നെ കല്യാണം നടന്ന അവിടെ തന്നെ. കാരണം ആൾക്കാർ പറഞ്ഞതൊക്കെ എനിക്കിപ്പോഴും ചിരിയായിട്ടാണ് വരിക. അതായത് ക്രിസ് വേണുഗോപാൽ എന്ന നടൻ, അപ്പൂപ്പൻ, ആരും അറിയാതെ ഗുരുവായൂരിൽ ചെന്ന് നിന്നാൽ തന്നെ എല്ലാവരും അറിയും. അവിടെ ആരും അറിയാതെ രഹസ്യമായിട്ട് കല്യാണം കഴിച്ചു. ഞങ്ങൾ മുറിക്കാത്തൊന്നുമല്ല, പബ്ലിക്കായിട്ട് തന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ തന്നെ തീരുമാനിച്ചതാണ് ഫസ്റ്റ് ആനിവേഴ്സറി എന്തായാലും ഗുരുവായൂർ തന്നെ ആയിരിക്കണം. അടിപൊളി. അപ്പോൾ ഞങ്ങൾ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. പാട്ടിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ പാട്ട് പാടുന്ന എനിക്കറിയാം. നല്ലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നല്ല രീതിയിലൊന്നും പഠിച്ചിട്ടില്ല, അറിയുന്നത് പോലെ പാടാം. ജാനകിമ്മയും പാട്ട് പഠിക്കാതെയാണല്ലോ പാടുന്നത്. ഇങ്ങനെ അടുത്ത് പോവാനും കൂടി നമുക്ക് പറ്റൂല. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ ഓർമ്മകളാ കിനാവിലെ മുത്തേ നീ വന്നു, ഓമനീ ജീവനിൽ അമൃതകാനായി വീണ്ടും എന്നിലെ തോർമകളാ കിനാവിലെ മുത്തായി നീ വന്നു. ആ മുത്ത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അതെനിക്ക് തോന്നുന്നത് ഓർത്ത് വെച്ച് പാടിയതാണെന്ന് തോന്നുന്നല്ലേ? എപ്പോഴും വീട്ടിൽ മൂടുന്ന പാട്ടാണ് തോന്നുന്നത്. ഇല്ല, ഞങ്ങളിങ്ങനെ വെറൈറ്റി ഓഫ് സോങ്സ് എല്ലാം ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു മൈക്ക് വാങ്ങിച്ചു, ആ മൈക്കിൽ പാടും. അപ്പോൾ അങ്ങനെ പാട്ടിനങ്ങനെ ഒരു പാട്ടെന്നുള്ളതില്ല. കാറിൽ പോകുമ്പോൾ ഞങ്ങളൊരു പാട്ട് കേട്ടാൽ അത് പാടും. അങ്ങനെ പാട്ട് പാടി പാടുന്നുള്ള അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് പറ്റത്തില്ലെന്നല്ലോ, ഈ പാടില്ല. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് പാടുക എന്നുള്ളതാണ്. കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് അറിയില്ലെങ്കിലും അറിയുന്ന രീതിയിലൊക്കെ പാടാം. ഏട്ടൻ പാടും നന്നായിട്ട്. ഓണം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിന് ഒരുപാട് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ തറവാട്ടിൽ ഉപ്പേരി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വറ്റലുണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് അയ്യർ ഫാമിലി ആകുമ്പോൾ എന്തൊക്കെയായിരുന്നു ഓണം, തറവാട്ടിലെ ഓണത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ? തറവാട്ടിലെ ഓണം കസിൻസ് ഞങ്ങളെല്ലാം ഒരു കോമ്പൗണ്ടിൽ താമസിച്ചത്. അപ്പം മൂത്ത വല്യച്ഛൻ കൊച്ചിൻ മേയറായിരുന്നു, AK ശേഷാദ്. രണ്ടാമത്തെ വല്യച്ഛന് ഹോസ്പിറ്റലുണ്ട്, ഡോക്ടർ സഭാപതി, AK സഭാപതി. പിന്നെ മൂന്നാമത്തെ വല്യച്ഛൻ ബാലസുബ്രഹ്മണ്യം, അദ്ദേഹം പോർട്ട് ട്രസ്റ്റിലായിരുന്നു അച്ഛൻ. അപ്പോൾ ഞങ്ങൾ ഈ 4 ഫാമിലിയിൽ എല്ലാ മക്കളും ഓരോ വീട്ടിന് മുന്നിലുള്ള അത്തപ്പൂക്കളവും അവിടെ ചാണകം മെഴുകലും ഇടലും ഈ കോമ്പറ്റീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ, അപ്പോൾ ഏറ്റവും കൂടുതൽ എന്തായാലും രണ്ടാമത്തെ വല്യച്ഛൻ്റെ വീട്ടിലായിരിക്കും ഏത് ആഘോഷമാണെങ്കിലും വലുതായിട്ട് നടക്കുക. അപ്പോൾ അവിടെ 3 കസിൻസ് അവിടെ ഉണ്ട്, ഇവിടെ 2 പേര്, അവിടെ 2, ഞങ്ങൾ 2. അപ്പോൾ അങ്ങനെ കസിൻസും എല്ലാവരും കൂടെയുള്ള പൂക്കളം എത്ര വലുതായിട്ടാണ്. അപ്പോൾ അമ്മ പറഞ്ഞു തരും ഇങ്ങനെ ആദ്യത്തെ ദിവസം 1 വട്ടം, രണ്ടാമത്തെ ദിവസം 2 വട്ടം, മൂലത്തിന് കോർണർ ഇടണം, അങ്ങനെയൊക്കെയുള്ള കണക്കുകളൊക്കെ പറഞ്ഞുതരും. പിന്നെ എന്താണ് ഈ ഓണക്കോടി ശരിക്കും ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് പുതിയ ഡ്രസ്സ്. അതെ, പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ്. നമുക്കിപ്പോൾ ചെയ്യുന്ന പോലെ ഇന്ന് പോയി 4 എണ്ണം വാങ്ങിച്ചു, നാളെ പോയി 5 എണ്ണം വാങ്ങിച്ചു, അങ്ങനെയല്ല. ഇപ്പൊ ഷൂട്ട് ആകുമ്പോൾ പിന്നെ മിക്കവാറും ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതിന്ന് പണ്ട് അങ്ങനെയല്ല. അപ്പൊ ഓണക്കോടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ആരും കാണാതെ സൂക്ഷിച്ച് അന്ന് മാത്രം വിടുക. അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഓണത്തിനുണ്ട്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഓണപരീക്ഷ ഓർമ്മ വരും, അതിൻ്റെ മാർക്ക് കിട്ടുന്നുള്ള ടെൻഷൻ ഈ 10 ദിവസം കഴിയുമ്പോഴേ വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രസകരമായിട്ടുള്ള തറവാട്ടിൽ വലിയച്ഛനടുത്തും വലിയമ്മമാരും എല്ലാവരും കൂടെ ഉള്ള ഒരുമിച്ച് വരുന്ന സമയമാണ്. പിന്നെ ഒരു സ്ഥലത്ത് പായസം വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ വീട്ടിലേക്കും വരും, ഇവിടെ നിന്നുള്ളത് അങ്ങോട്ടേക്ക് പോകും, അങ്ങനെയുള്ളൊരു ഷെയറിങ്. പിന്നെ വലിയ ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വലിയച്ഛൻ്റെ വീട്ടിൽ. കഴിഞ്ഞ ഓണം ഈ ഹോസ്പിറ്റൽ സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എറണാകുളത്ത് വലിയച്ഛൻ്റെ അവിടെ ആഘോഷിച്ചു. അപ്പോൾ ഓർമ്മകൾ കുറേ പലതരത്തിൽ. അത് സ്കൂളിലുള്ള ഓണം, ഞാൻ പണ്ട് താമസിച്ച പത്മാനഗർ എന്ന് പറഞ്ഞിട്ട് കിഴക്കേക്കോട്ടയ്ക്ക് അടുത്തുള്ളൊരു കോളനിയിലാണ്. അവിടെ ഒരിക്കൽ അമ്പിളിച്ചേട്ടൻ അവിടെ വരികയുണ്ടായി, ജഗദീഷ് ശ്രീകുമാർ. അപ്പോൾ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടനും എൻ്റെ അമ്മയുടെ ഒരു ബ്രദറും ഇവർ ഒരുമിച്ചാണ് ഫിലിം സ്കൂളിൽ പോയത്. എൻ്റെ അമ്മാവനെ ഉടനെ തന്നെ ടെലിഗ്രാം അടിച്ച് നീ അങ്ങനെ സിനിമയ്ക്കൊന്നും പോകണമെന്ന് പറഞ്ഞ് അപ്പം തിരിച്ചു വിളിച്ചത് കാരണം അദ്ദേഹം സിനിമാക്കാരനായില്ല, അദ്ദേഹം ഇല്ല ഇപ്പോൾ.
അങ്ങനെ അമ്പിളിച്ചേട്ടൻ അന്ന് വീട്ടിൽ വന്നു. അപ്പോൾ ഇപ്പോഴും എനിക്കറിയാം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഇറ്റലിയിൽ നിന്ന് എഴുതിയ ഒരു ടീഷർട്ട് ഇട്ടിട്ട് അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ഉള്ളൊരു ഫോട്ടോ. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പം പത്മനാഭറിലെ ഓണം, അവിടുത്തെ പൂക്കളം, അവിടുത്തെ ഓണം കോമ്പറ്റീഷൻ, ജോബി തമ്പിയുടെ മെമിക്രി, അങ്ങനെയുള്ള പല ഇതും. പിന്നെ ഓണമാകുമ്പം ദിലീപേട്ടൻ്റെ ദേമാവേലി ആ കാസറ്റ് വരും, അപ്പോൾ അത് വാങ്ങിക്കണം. അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളുണ്ട് ഓണത്തിനെ കുറിച്ച്. അത് ഓരോ ആഘോഷത്തിനും അങ്ങനെ ഓർമ്മയുണ്ടാവും. എൻ്റെ വീട്ടിലായാലും ചേച്ചിയായാലും എപ്പോഴും പറയണത് ഇവന് ഓർമ്മ കൂടുതലാണ്, അതാണ് ഏറ്റവും വലിയ ഗുണവും ഏറ്റവും വലിയ ദോഷവും. കാരണം ഇതൊന്നും മനസ്സിന് പോകില്ല. വീട്ടില് സിബ്ലിങ്സ് രണ്ടുപേരാണോ? ഞാനും ചേച്ചിയും ബ്ലഡ് ബ്രദർ ബ്ലഡ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും. അനിയത്തി കസിനാണ്. നിങ്ങളുടെ വിവാഹത്തിലേക്ക് എത്തിച്ചത്. പിന്നെ കസിൻസ് വേറെ, വലിയച്ഛൻ്റെ മക്കളും, അങ്ങനെ കുറേ പേര്, ഒരു വലിയ ഫാമിലിയാണ്. എൻ്റെ മൂത്ത കസിന് ഞാനും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 50 വയസ്സ് വ്യത്യാസം കൊണ്ടുണ്ടാവും. മൂത്ത കസിൻ ഷീസ് നോ മോർ, പ്രേമ എന്നായിരുന്നു പേര്. അവർ 63 വയസ്സുള്ളപ്പോൾ എനിക്ക് 10 വയസ്സോ 13 വയസ്സൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഏജ് ഡിഫറൻസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലിയുടെ ഭാഗമായത് യെസ്, കുറേയധികമൊക്കെ എനിക്ക് പഠിക്കാൻ സാധിച്ചത്. ഇപ്പോൾ വളരെ പ്രശസ്തനായ മാലി, എഴുത്തുകാരൻ മാലി, അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ എനിക്ക് റോൾ മോഡൽ സെറ്റ് ചെയ്യാൻ അങ്ങനെ ഒരാളുണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ കസിൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പഠിത്തത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വീട്ടിൽ പറയുമല്ലോ, അവരെ കണ്ടുപിടി ഇവരെ കണ്ടുപിടി എന്ന് പറയുമല്ലോ. അപ്പോൾ എവിടെയോ അമ്മ അന്ന് പറഞ്ഞത് ഇപ്പോഴും നിർത്താൻ തോന്നിയിട്ടില്ല, ഇപ്പോഴും പഠിക്കുന്നു. ചേച്ചി കല്യാണം കഴിക്കുമ്പോൾ സാറിനെ പറ്റി ഇത്രയും ഒരു ശബ്ദത്തിൽ മാന്ത്രികതയുള്ള ഒരാളാണ്, എഴുതുന്ന ആളാണ്, പല കാര്യങ്ങളെക്കുറിച്ചിട്ടും ഗഹനമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പല ഭാഷകൾ അറിയാം, പല ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യൻ്റെ ഭാര്യ ആകാൻ പോകുന്നതെന്നൊരു പേടി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പേടി എപ്പോഴും ഉണ്ട്, എപ്പോഴും പേടിയുണ്ട്. എനിക്കേട്ടൻ്റെ കൂടെ അല്ല പേടി ഏറ്റവും കൂടുതൽ പേടിച്ചത് എന്താ അറിയാ ഏട്ടാ, എവിടെയായിരുന്നു ഏട്ടാ? നമ്മളവിടെ ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊരു 1 മിനിറ്റിന്റെ വീഡിയോ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഒന്ന് അവിടെ പോകണം, ഈ വീഡിയോ മാത്രമേ ഉള്ളൂ ഞാൻ വരുന്നത്, അപ്പൊ എനിക്ക് പകരം നീ പോകണം. അവിടെ എത്തിയിട്ട് ഏട്ടാ എനിക്കിപ്പോ ഇവിടെ നിന്ന് പോകണം, ഇവരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഒരാള് മലയാളം പറയണ്ടേ? അടുത്ത് വന്നിട്ട് ചറ പറ ഇംഗ്ലീഷ്. ഞാൻ എന്തോന്ന് പറയാ ഭഗവാനെ, എനിക്ക് കിട്ടുകിട്ട പറിച്ച്. അങ്ങനെ ലാസ്റ്റ് ആണെങ്കിൽ സങ്കടമൊക്കെ വരുന്നിട്ട് ആ കരച്ചിലൊക്കെ വരുന്നു. ഞാൻ വീഡിയോ കോളായിട്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് പറയാ എനിക്കിപ്പോ ഇവിടെ നിന്ന് പോകണം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നില്ല. അവിടെ ഓണക്കളി, അവര് സിങ്കോ, അവര് പാട്ട് പാടലായി, വള്ളംകളിയായി, അവര് അവിടെ നിന്ന് പോകുന്നില്ല. 1 മണിക്കൂർ വൈകുന്നേരം 3:30 പോയത്. അതിന്റെ അങ്ങനെയല്ല, ഒരു 3 മണിയാവും, അല്ല 3 മണി അതിന് കഴിഞ്ഞ ശേഷം 2:30-3 മണിക്ക് ബ്രേക്കായി. എല്ലാരും മലയാളം പറഞ്ഞു. എന്നെ കണ്ടുപാട് ഇംഗ്ലീഷ്, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നി. പിന്നെ കഴിക്കാൻ പോയപ്പോ എല്ലാരും പറഞ്ഞു, ഞാൻ ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാം കേട്ടോ, പക്ഷെ പറയാത്തത് കൊണ്ടാണ്. പിന്നെ അവിടെ നിന്ന് പോകുന്നില്ല കമ്പനി. അപ്പൊ ഇതുപോലെ ഒരുപാട് ഓർമ്മകൾ വിവാഹത്തിന് മുമ്പും ശേഷമൊക്കെ ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട്. ഈ ഓണക്കാലത്ത് നമുക്ക് അത്തരത്തിൽ മനസ്സിനെ എപ്പോഴും പിടിച്ചു ഉലയ്ക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം പകരുന്ന ഏതെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടോ? എനിക്ക് സന്തോഷത്തിലുപരി വേദനയായിരിക്കും എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 18 ആ ഒരു കാലഘട്ടം വരെ ഞാൻ വീട്ടിൽ നിന്നല്ലേ സദ്യ കഴിക്കലും ഒക്കെ നല്ലതായിരുന്നു. ഇത് പറഞ്ഞ പോലെ ഏട്ടൻ പറഞ്ഞ പോലെ ഇത് പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഇതാക്കി പറയല്ല, നമ്മളെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ഇപ്പം ഈ കാര്യം പറഞ്ഞതുപോലെയുള്ള അർത്ഥത്തിലാണ് ഇത് പറഞ്ഞതുപോലെ പറയുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് പറഞ്ഞ് കളിയാക്കിയതൊന്നുമല്ല. അങ്ങനെ അതല്ല ഇത് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഓണത്തിന് വിഷുവിനൊക്കെ നല്ല ഡ്രസ്സ് കിട്ടുക. അത് കിട്ടുമ്പോൾ തന്നെയാണ് അന്ന് മാത്രം വേഗം കുളിച്ചൊരുങ്ങി അതിടുക, സദ്യ കഴിക്കാനുള്ളത്. പിന്നെ എൻ്റെ ലൈഫിൽ വന്നതെന്ന് വെച്ചാൽ സന്തോഷത്തോടു കൂടി ഞാനൊരു സദ്യ കഴിച്ചിട്ടില്ല. അത് ഞാൻ ഇപ്രാവശ്യം ഏട്ടനോട് പറഞ്ഞു, എനിക്ക് അപ്പോഴും ഫീൽ വരും. ഇപ്രാവശ്യം എനിക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ഭർത്താവ്, മക്കൾ എന്നില്ല, അച്ഛൻ, അമ്മ നിലയിലേക്ക് ഒരു സദ്യ കഴിക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് നഷ്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ല, എനിക്കത് നഷ്ടമായിരുന്നു. ഇനി എനിക്ക് കൂടെ ഉണ്ടല്ലോ.
ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. നമുക്ക് നമ്മുടെ ഒരു ലൈഫ് പാർട്ണർ നമ്മളെ മനസ്സിലാക്കി നമുക്കൊപ്പം നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കില്ല, എല്ലാം ഉണ്ടാക്കി വെക്കും. പക്ഷേ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭാര്യ മക്കളെന്നില്ല ലോകത്ത് നിൽക്കണം ആ ഒരു ദിവസമെങ്കിലും. അതും അവർ ഫ്രണ്ട്സുകളാണ് വലുതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നുമില്ല. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫ്രണ്ട്സുകളാണ്, എല്ലാ ടൈമും ഫ്രണ്ട്സുകൾ ഉണ്ട്. പക്ഷേ ഈ ഒരു നല്ലൊരു ദിവസമെങ്കിലും നമ്മൾ സദ്യയൊക്കെ വെച്ച് പോകുമ്പോൾ ആ ഒരു ലൈഫ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതാര് കേട്ടാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല, അത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഏട്ടനോടത് പറയുകയും ചെയ്തേട്ടാ. ഇപ്രാവശ്യം ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരു ഷോ നടക്കുന്നുണ്ട്, TV ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയിട്ട് എനിക്ക് വെജ് ഫുഡ് എനിക്ക് അത്ര അവിടെ അന്ന് ശരിയായിരുന്നില്ല. അന്ന് ആദ്യത്തെ ഷെഡ്യൂളായിരുന്നു, അന്ന് ശരിയായില്ല. ഞാൻ പറഞ്ഞു വാ കുഞ്ഞുമോളെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കിച്ചണിലും ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കി കഴിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ 1-2 ആൾക്കാർ ഞങ്ങൾക്കും കൂടെ തരുമോ, ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഉണ്ടാക്കി കൊടുക്കും. ഓണം എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട്സുകൾ മാത്രം എന്ന് പറഞ്ഞ ഫാമിലിയിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാർക്ക് പകരം ഈ ഓണത്തിനെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആരുമില്ല എന്ന് തോന്നുന്ന ആ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അവർ കൂടെ നിന്ന് അവരെ ആഘോഷിക്കുന്ന ആ ഓണത്തിൽ ആ ഓണം ഒന്നുമ്പം അവർക്ക് അവരുടെ വീട് ഓർമ്മ വന്നാൽ മതി. കാരണം പണ്ട് ഈ മഹാബലി എന്ന ചക്രവർത്തി, ഭാരതവർഷം ഭരിച്ച ആ ചക്രവർത്തി നമ്മളെ കാണാൻ വരുന്നു എന്ന സങ്കല്പം, അദ്ദേഹം കാണാൻ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കുടുംബമായിട്ട് സ്നേഹത്തോടെ കള്ളവും ചതിയും ഇല്ലാതെ നല്ല രീതിയിൽ കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്തൊരു ഓണക്കാലമായിരിക്കണം. അപ്പം അതിൽ പോലും ഇപ്പം നമ്മൾ പൂ മാറ്റി ഉപ്പാക്കി മഹാബലി വന്ന് നോക്കുമ്പം പറ്റിച്ചേ എന്ന് പറയുന്ന ആ രീതിയിലുള്ള പൂക്കളമാണ്. വലിയ പൂക്കളമൊന്നും മഹാബലി ചോദിക്കില്ല. ഇത് നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ മഹാബലി വരുമ്പോൾ ഇവർ സന്തോഷമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം കാണിച്ചോളൂ, കുഴപ്പമില്ല. കാരണം ഈ ചിരിക്ക് മാത്രം ഒരു ഗുണമുണ്ട്. നമ്മൾ വെറുതെ ചിരിച്ചാലും നമ്മൾ ചിരിച്ചു തുടങ്ങും, കാരണമൊന്നുമില്ലാതെ ചുമ്മാ ചിരിച്ചാലും നമ്മൾ ആൾക്കാർ കൂടെ ചിരിച്ചു തുടങ്ങും. അങ്ങനെ ആവണം. നമ്മൾ ഒരു ചിരികൾ കൊണ്ട് ചെറിയൊരു പൂക്കളം ഒരുക്കി കഴിഞ്ഞാൽ ഓണം നന്നാവും. ഇങ്ങനെ ആരുമില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കാനുള്ളൊരു ശ്രമം നടത്തുക.